എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ സംഘം കോടതി റിപ്പോർട്ട് കൊടുത്തു. പ്രതികളായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കും മുൻകൂർ ജാമ്യം നൽകരുതെന്നും അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തത്സമയം ചേരുകയാണ്. ആൻമരിയ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? കുറച്ചു നാളുകൾക്ക് മുൻപാണ് എറണാകുളം പറവൂരിലെ വട്ടിപ്പലിശയെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നത്. ആശാ ബെന്നി എന്നാണ് അവരുടെ പേര്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതിനിടയിൽ ഇതിനകത്ത് ഒന്നും രണ്ടും പ്രതികളായിട്ടുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും അവർ ഒളിവിൽ പോയിരുന്നു. ആ മകളെ അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. മകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതുമാണ്. ഈ ഘട്ടത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് പ്രതികൾക്ക് നോട്ട് ടു അറസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അത് തീർപ്പാക്കുന്നതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു അതിൽ കോടതിയുടെ വിധി വന്നിരുന്നതും. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ആ ഘട്ടത്തിലേക്ക് പോലീസിന് കടക്കാൻ വേണ്ടിയിട്ടോ ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കോടതിക്ക് മുൻപിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ ഇവർക്ക് ജാമ്യം നൽകരുത് എന്നും പറയുന്നുണ്ട്. ഇവർ പ്രതികളാണ് എന്നും അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് കാര്യക്ഷമമായി അത് അന്വേഷണം നടക്കുകയില്ല എന്നും അന്വേഷണത്തെ അത് ബാധിക്കുമെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മറ്റൊരു രീതിയിലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഈ ആശാ ബെന്നിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നതുമാണ്. ആശാ ബെന്നി പലപ്പോഴായി പല ആളുകളിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് മാത്രമല്ല പൈസ മേടിച്ചിരിക്കുന്നത്. ഈ പൈസകളെല്ലാം ചെലവാക്കിയിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്, അതിന്റെ സോഴ്സുകൾ എങ്ങനെയൊക്കെയെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആശാ ബെന്നി പല ആളുകളിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നും അവർ പരാതിയുമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിന്റെ മുൻപിൽ വന്നിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലും അന്വേഷണം നടക്കുകയാണ്. എന്തായാലും പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.